ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഇന്നൽ മലായികത, നിശ്ചയമായും മലക്കുകൾ, യുഅമ്മിനൂൻ, അവര് ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. നിങ്ങൾ അള്ളാഹിനോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അല്ലാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ, ശിഫയാക്കണേ അല്ലാ. എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്തൊരു പിരിഞ്ഞു പോക്കാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ഇരുന്നു കൊണ്ട് പലർക്കും ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്നത്ത് നടപ്പിലാക്കാൻ പലർക്കും ലജ്ജയാണ്. കൈവക്കാവുന്ന രോഗിയാണെങ്കിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശഫീ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എത്ര വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണത്. അതാരാ ഇന്ന് പഠിച്ചവർ തന്നെ പ്രയോഗത്തിൽ വരുത്തുന്നവർ എത്ര പേരുണ്ട്? അതുപോലെ തന്നെ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട്, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. 7 തവണ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അസ്അലുല്ലാഹൽ അദീം, മഹാനായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു, റബ്ബൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫിയക, താങ്കൾക്ക് ശിഫ നൽകുവാൻ ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര ദുആകളുണ്ട് പ്രിയപ്പെട്ടവരെ, രോഗിയുടെ സമീപത്ത് വെച്ച് പറയാൻ. ആസന്ന മരണനായ വ്യക്തി മരണാസന്നമായ ആ സമയത്താണെങ്കിൽ, റബ്ബേ ഈ സഹോദരന് മുസ്ലിമായി മരിപ്പിക്കണേ, മരണവേദന ലഘൂകരിച്ചു കൊടുക്കണേ, ഈമാൻ നൽകണേ, ധൈര്യം നൽകണേ, ഭയത്തിൽ നിന്ന് മുക്തി നൽകണേ, പ്രയാസം കുറച്ചു കൊടുക്കണേ എന്നിങ്ങനെ കൂടി നിൽക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോ, ഫൈനൽ മലായികത യുഅമ്മിനൂൻ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ രോഗികളുടെ സമീപത്ത് വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാനുള്ളതല്ല. ഒരു ജനാസയുടെ സമീപത്ത് ചെന്നാലും വെറുതെ വർത്താനം പറഞ്ഞു നിൽക്കാനുള്ളതല്ല. അവിടെയും നമുക്ക് ദുആ പറയാനുണ്ട്, അവിടെയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അവിടെ കയറി ചെന്നു. അവിടെ കയറി ചെന്നിട്ട് പറഞ്ഞ പ്രാർത്ഥനയും ഇതുപോലെ തന്നെ രോഗിക്ക് ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പാരത്രികമായ ലോകത്തെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന പ്രഭാഷണത്തിൽ ഏറെ സമയം വിശദീകരിച്ചിട്ടുള്ള ഒരു ദുആയാണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മരണം നന്നായി തീരുന്നെങ്കിൽ അയാൾക്ക് അന്തിമമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ ഉള്ള ഒരവസരം അതൊന്ന് ഓർമ്മയാക്കി കൊടുക്കാൻ വേണ്ടി ആ നേരത്ത് അത് ചൊല്ലിക്കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരാൾ മരിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊണ്ടാണെങ്കിലോ, നമുക്കയാളെ കുറിച്ച് നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം, അയാൾ സ്വർഗത്തിലായിരിക്കാം. നല്ലത് വിചാരിക്കാനുള്ള ഒരു ലക്ഷണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തില് വധിക്ക
വധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, അവര് അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാന്മാരാണ്, അള്ളാന്റെ അടുക്കൽ അവർക്ക് റിസ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. തങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അവരും ഇങ്ങോട്ട് വരാൻ വലിയ മോഹം വെച്ച് പുലർത്തുന്നവരാണ് ബർസഖിയായ ലോകത്തെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദുകളുടെ പ്രതിഫലം പറഞ്ഞപ്പോ, അതുപോലെ തന്നെ നൂറുകണക്കിന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ ശുഹദാക്കൾക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവികളും പറഞ്ഞപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ആ നിലക്ക് മരിച്ചു പോകാൻ കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പ് തന്നെ. പക്ഷേ എല്ലാ ഷഹീദുകളായിട്ട് അറിയപ്പെടുന്ന ആളുകളും അവർ ഇന്നയാളൊക്കെ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തെന്നല്ലേ, അത് അള്ളയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പരലോകത്തതാ ചില ഷഹീദുകളെ കൊണ്ടുവന്നിട്ട് നരകത്തിലേക്കാണ് എറിയുന്നത്. കാരണം നീ എന്തടോ എനിക്ക് വേണ്ടി ദീനിന് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചവനാണ്, ഷഹീദായ മനുഷ്യനാണെന്ന് പറയുമ്പോ അള്ള പറയുമല്ലോ, കെസബത്താ, നീ കളവാണ് പറഞ്ഞത്, നിന്നെപ്പറ്റി ആളുകൾ നീ വലിയ ധീരനാണ്, നീ വലിയ ഏറ്റവും ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന ധീരനായ വ്യക്തിയാണ് എന്നാളുകൾ നിന്നെക്കുറിച്ച് പിൽക്കാലത്ത് പ്രശംസ പറയലല്ലേ നീ ഉദ്ദേശിച്ചത്. അത് നിന്നെപ്പറ്റി ആളുകൾ പറഞ്ഞു പുകഴ്ത്തി കഴിഞ്ഞു, ഇവനെ പിടിക്കൂ, നരകത്തിലേക്ക് എറിയൂ. ചില ഷഹീദുകൾ അങ്ങനെ നരകത്തിലേക്ക് പോകുന്നത് അവരുടെ ഇഖ്ലാസ്, അവരുടെ നിയ്യത്ത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അള്ളാന്റെ അടുക്കൽ അവർ ഷഹീദുകളല്ല. അപ്പൊ ഉറപ്പിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് അള്ള തന്നെ. പക്ഷേ ശുഭകരമായ ചില ലക്ഷണങ്ങളാണത്, അള്ളാന്റെ മാർഗത്തിൽ പോരാടി മരിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, അത് മാത്രമല്ല, ഈ ഉഖ്റവിയായ നിലക്കും ചില ഷഹീദുകളുണ്ട്. ആഖിറത്തിൽ ഷഹീദുകളുടേതായ സ്ഥാനം ലഭിക്കുന്ന വേറെയും ചില ആളുകളുണ്ട്. ചില രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് മരിച്ചു പോകുന്ന ആളുകൾ, അവർ ഉഖ്റവിയായ ഷഹീദുകളാണ്. അള്ളാന്റെ അടുക്കൽ അവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അശ്ശുഹദാഉ സബഅത്തുൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ പോരാടി വധിക്കപ്പെടുന്ന ഷഹീദിന്റെ പുറമേ വേറെയും 7 വിധത്തിലുള്ള ഷഹീദുകളുണ്ട് ജനങ്ങളെ. 7 വിധത്തിൽ വേറെയും ശുഹദാക്കളുണ്ട് അള്ളാന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവർ. അതാരൊക്കെയാണ്? അൽമത്ഊനു ഷഹീദുൻ, നാട്ടു നടപ്പ് ദീനം പിടിപെട്ടുകൊണ്ട് അതല്ലെങ്കിൽ പ്ലേഗ് ബാധിച്ചുകൊണ്ടൊക്കെ മരിച്ചു പോയിട്ടുള്ള മുഅ്മിനാണെങ്കിൽ അയാൾക്ക് ഷഹാദത്താണ്, അയാൾക്ക് ആ നിലക്കുള്ള പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വാക്കുകളിൽ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അത്താഊനു ഷഹാദത്തുൻ ലികുല്ലി മുസ്ലിമിൻ, സർവ മുസ്ലിമീങ്ങൾക്കും രക്തസാക്ഷ്യത്തിന്റെ പ്രതിഫലം നൽകുന്ന രോഗമാണ് പ്ലേഗ് ബാധിക്കുക. ആ നിലക്കുള്ള മാരകമായ അത്തരത്തിലൊരു രോഗം കൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടിട്ട് ക്ഷമയോടെ ആ മനുഷ്യൻ അങ്ങ് വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടിപ്പോയി. അപ്പൊ അത് അള്ളാന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു ഷഹീദാണത്. അതുപോലെ തന്നെ വൽ ഗരിഖു ഷഹീദുൻ, മുങ്ങി മരിച്ചവൻ ഷഹീദിന്റെ പ്രതിഫലത്തിലാണ്. വസാഹിബു ദാത്തിൽ ജംബി ഷഹീദുൻ, പക്ഷപാത രോഗം പിടിപെട്ടുകൊണ്ട്, പക്ഷാഘാതം പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തി ഷഹീദാണ്. വൽ മബ്തൂനു ഷഹീദ്, ഉദരരോഗ സംബന്ധമായ കാരണങ്ങളാൽ മരിച്ചു പോയിട്ടുള്ള വ്യക്തിയും ഷഹീദിന്റെ സ്ഥാനത്താണ്. വൽ ഹരിഖു ഷഹീദ്, തീപ്പൊള്ളലേറ്റിട്ട് അഗ്നിബാധയാൽ മരണപ്പെട്ടു പോയിട്ടുള്ള മുഅ്മിനും ആ നിലക്ക് ഷഹീദിന്റെ സ്ഥാനത്താണ്. വല്ലദീ യമൂതു തഹ്തൽ ഹദ്മി ഷഹീദ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണോ, അതല്ലെങ്കിൽ ഒരു ചുമരിടിഞ്ഞു വീണോ, അതല്ലെങ്കിൽ ഒരു തറയിങ്ങിടിഞ്ഞ് പൊളിഞ്ഞു വീണോ, ആ കെട്ടിടത്തിന്റെ അതല്ലെങ്കിൽ ആ ഭിത്തിക്കടിയിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു പോയിട്ടുള്ള മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഷഹീദിന്റെ സ്ഥാനത്താണ്. വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദ്, പ്രസവ വേദന കാരണത്താൽ അതാ ഗർഭസ്ഥ ശിശു ഉള്ളിലുണ്ട്, ആ വേദന സഹിക്കവയ്യാനാകാതെ പ്രസവത്തിന്റെ അതേ വേദനയിൽ ഒരു പെണ്ണങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുഅ്മിനത്തായ പെണ്ണാണ് അവളെങ്കിൽ അവൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഷഹാദത്തിന്റെ സ്ഥാനത്താണ്, ഷഹീദത്തിന്റെ പദവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
ഇതൊക്കെ ഒരു നല്ല ശുഭകരമായ അന്ത്യത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാവുന്നതാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തി വരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാളുടെ ധനം സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ വധിക്കപ്പെട്ടു പോരാടി, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ശഹീദ്. ആരെങ്കിലും തന്റെ ധനം ഒരാൾ കൊള്ളയടിക്കാൻ വന്നു, തന്റെ കച്ചവടം ഒരാൾ കൊള്ളയടിക്കാൻ വന്നു, അതല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ആ നിലക്ക് തന്റെ പണം തട്ടിപ്പറിക്കാൻ വന്നപ്പോ അവനോട് എതിർത്ത് നിന്ന് പോരാടിയപ്പോ അവന്റെ കുത്തുകൊണ്ട് മരണപ്പെട്ടുവെങ്കിൽ, തന്റെ ധനത്തിന്റെ സംരക്ഷണത്തിന്റെ പാതയിൽ ഒരാൾ കൊല്ലപ്പെട്ടതാണെങ്കിലും അവൻ മുഅ്മിനാണെങ്കിൽ അവൻ ഷഹീദിന്റെ സ്ഥാനമാണ്. ആഖിറത്തിൽ അള്ളാന്റെ